നമ്മുടെ കുഞ്ഞോളേച്ചിന്റെ വീടാണ്. നമ്മുടെ ചെറുപ്പത്തില് നമ്മുടെ ബാല്യകാലം മുഴുവൻ ഇവിടെയായിരുന്നു. നല്ല അന്തരീക്ഷമാണ്. തൊട്ടടുത്ത് തോടുണ്ട്. നമുക്ക് കുളിക്കുന്നതും കളിക്കുന്നതും എല്ലാം ഇവിടെയായിരുന്നു. നമുക്ക് കുറെ ആടുകൾ ഉണ്ടായിരുന്നു. മുകളിലായിരുന്നു നമ്മൾ തീറ്റാൻ കൊണ്ടവന്. അതെ, ഇവിടെ നമുക്കൊരു കൊരങ്ങനുണ്ടായിരുന്നു. ചെറുത്തായിരുന്ന സമയത്ത് അതിനെ കുറെ വർഷം ഇവിടെ കെട്ടിയിട്ട് ഇങ്ങനെ നോക്കലുണ്ടായിരുന്നു. നമ്മളല്ല, നമ്മളെ ഇവിടെ വേറെ ഫാമിലി ആയിരുന്നു അവരായിരുന്നു നോക്കിയിരുന്നത്. നല്ല അന്തരീക്ഷമാണ് ഇവിടെ. ഉരുൾപൊട്ടൽ കൊണ്ടാണ് ഇവിടുന്ന് മാറിയത് അല്ലേ? ഇതിന്റെ മൊത്തം പാറയല്ലേ? മൊത്തം പാറയാണ്. അങ്ങോട്ട് നോക്ക്, പാന്റ് മറന്നു വെച്ചിരിക്കുന്നു. പാന്റ് എടുത്തിട്ട് വരാം. നിങ്ങൾ ഈ പാറയുടെ മുകളിൽ വീഴാൻ പോയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ? അത് ഇവിടെ നിന്നല്ല, കുറച്ച് മുകളിലേക്ക് പോണം. അതിന്റെ മുകളിലേക്കാ കുത്തനൊരു പാറയുണ്ട്. ഞാനും ചേട്ടായും കൂടെ വെള്ളം നോക്കാൻ പോയി. തിരിച്ചു വരുമ്പോ ഞാൻ തെന്നിപ്പോയപ്പോ ഞാനൊരു ചെറിയൊരു മണ്ണിന്റെ കൂടാരത്തില് കൈ പിടിച്ചു നിന്നു. അപ്പോ ഞാന് കൈവിട്ടാ ഞാനും പോകും. എന്റെ കൂടുതൽ ചേട്ടായി ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും മരിക്കാൻ പോവാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഞാൻ പോയി ഇപ്പൊ മരിക്കും. പക്ഷെ എന്തോ ചേട്ടായി ധൈര്യം സംഭരിച്ചു വന്ന് എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോയി. അന്ന് എനിക്ക് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന പോലെ ഒരു ഫീലാണ് എനിക്ക് ഉണ്ടായത്. അത്രയ്ക്കും ഭയങ്കരമായിട്ടൊരു കുത്തനെയുള്ളൊരു കുത്തനെയുള്ളൊരു പാറയാണ്. കുന്നിന്റെ മുകളിൽ തന്നെയാണോ? ഈ കുന്നിന്റെ ബാക്കിയാണോ? അതിന്റെ ഇവിടെ താഴ്ഭാഗത്തായിട്ട് വരും. ഇവിടെ ഭാഗത്ത് വരും. അവിടേക്കൊന്നും നമുക്ക് കയറാൻ പറ്റൂല. ഭയങ്കര കുന്നാണ്. മുകളിലേക്ക് കുറച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ നെല്ലിമരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നെല്ലിമരം ഉണ്ട്, മാവുണ്ട്. പണ്ട് ഞങ്ങള് ആടിനെ തീറ്റാൻ പോയപ്പോ അവിടെ കുറച്ച് മാങ്ങ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഞാനും ചേച്ചിയും എന്റെ അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാരും കൂടെ അതെടുത്ത് തിന്ന് കുറച്ച് കഴിഞ്ഞപ്പോ അത് എടുത്ത് ഉടമസ്ഥര് വന്ന് ചോദിച്ചു, ഇവിടെ കുറച്ച് മാങ്ങ വെച്ചത് കണ്ടിരുന്നോന്ന്. നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കണ്ടില്ലാന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾ അതെടുത്ത് തിന്നൂന്ന്. അത് നമ്മളിങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞു. ഇവിടാണ് ഞങ്ങൾ താമസിച്ച വീടുണ്ടായിരുന്നത്. ഈ കാടിന്റെ അവിടെയായിരുന്നു വീടുണ്ടായിരുന്നത്. ഇപ്പൊ അവിടെ ഒന്നുമില്ല, തറയൊന്നുമില്ല. ഈ കാട്ടിന്റെ ഉള്ളില് ഇതാ വരുന്നതാണ് എന്റെ അനിയൻ. അഭിജിത്ത് എന്നാണ് പേര്. അഭിജിത്ത്. ചെറുപ്പം മുതലേ നമ്മൾ ഇവനെ അപ്പി എന്നാണ് വിളിക്കുക. അതുകൊണ്ട് ഇപ്പൊ അവൻ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അടുത്ത് വന്ന് മിണ്ടാറില്ല, പേര് പേടിച്ചിട്ട്. ഇതാണ് ആളല്ലേ? നിങ്ങളുടെ നേരെ അനിയനാണത്? എന്റെ നേരെ അനിയനാണ്. അച്ഛന്റെ അനിയന്റെ മോനാണ്. പണ്ടൊക്കെ എന്നെ ചേച്ചി ഇപ്പം എടി പൊടി എന്നൊക്കെയാണ് വിളിക്കുന്നത്. എന്താണ് ഇപ്പൊ പ്രായമായി പക്വതയായെന്നുള്ളൊരു ധാരണ വരുന്നതാ. അത് വന്നപ്പോ മുതൽ എന്നെ എടി പൊടി എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതാണ് നമ്മളുടെ അനിയനാണ് അഭിജിത്ത്. എന്നിട്ട് വലുതാണല്ലോ. എന്നെക്കാളും വലുതായി. എന്താ പാട്? സൗണ്ടും പോയി. ഇന്നലെ പോയോ വടമടിക്ക്? മഴ നനഞ്ഞു വടമടിക്ക് പിന്നെ അല്ല ചീട്ടുകളി പറഞ്ഞ വാടംപൊലി തോന്നുന്നു. കുറച്ച് ആരോഗ്യം ഇതൊക്കെ വേണ്ട പരിപാടി. നമ്മളെ ഗ്രൂപ്പിൽ അപ്പൊ ഇതിന്റെ അടുത്ത് ഓഫ് ചെയ്യാ. അപ്പൊ ശരിയാ ഉണ്ടല്ലേ? കാണാം.